നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. കേരളത്തിൽ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം നേടിയെടുക്കാൻ CPIക്ക് പൂർണ്ണ ആർജവമുണ്ടെന്ന് പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു വ്യക്തമാക്കി. കേരള നിയമസഭയിൽ CPIക്ക് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ കരുത്ത് ഇന്നത്തെ പാർട്ടിക്കുണ്ടെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. തൃശൂരിൽ നടന്ന CPI PN അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഈ നിർണായക നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ CPIക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണമെന്ന വിഷയം LDF മുന്നണിയിൽ ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അങ്ങനെ ഔദ്യോഗികമായൊരു സ്ഥാനമൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ നിയമസഭയിലെ ഡെപ്യൂട്ടി ലീഡറുടെ പോസ്റ്റ് പാർട്ടി സംസ്ഥാന നേതൃത്വം അത് LDFന്റെ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. LDF ചർച്ച കേട്ട് സംസ്ഥാന നേതൃത്വവും LDFുമായിട്ട് അതിന്മേൽ തീരുമാനം. സാങ്കേതികമായിട്ടും താൽക്കാലികമായിട്ടുള്ള വിഷയങ്ങളില്ലേ, അതൊക്കെ LDF കൂടും. അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതിനുള്ള ഒരു ആർജവമുണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചർച്ചകളുമായി സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് പോവുകയാണെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ CPIക്ക് അർഹതപ്പെട്ട പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സജീവമാക്കുന്നതാണ് പ്രകാശ് ബാബുവിന്റെ ഈ പ്രതികരണം. ന്യൂസ് ഡെസ്ക് CCV.